ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽക്കപ്പക്കുള്ള സാധനങ്ങളും റെസിപ്പിയൊക്കെ ഇട്ടാട്ടോ. ഇപ്പോൾ ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചതക്കിയെടുക്കുക. അപ്പോൾ കപ്പ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് സവോള, ഉണക്കമുളക്, കറിവേപ്പില അതൊക്കെ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കപ്പ മാറ്റി കൊടുക്കുക, വേവിച്ച് വെച്ച കപ്പ. അപ്പോൾ അത് നല്ല വെന്തുടയണം കപ്പ കേട്ടോ. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു, ഞാൻ വെള്ളം ഊറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി ഒന്ന് നല്ലോണം ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചതക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളകൊക്കെ കൂടി ചതക്കിയിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആവണ രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. കഷ്ണങ്ങൾ ഉടയാത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ബാക്കി ചേരുവകൾ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് ഫുള്ളായിട്ടുള്ള പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് കിട്ടണം. ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ എരിവും ഇതൊക്കെ ഒന്ന് പാകമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇനി നമുക്ക് ഒന്ന് വറവ് വെക്കും വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇടുന്നുണ്ട്. ഉണക്കമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ തേങ്ങാപ്പാലും ഇതൊക്കെ കൂടി ഒന്ന് മിക്സായിട്ട് നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പം ഉണ്ടാക്കാനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതായിരിക്കും ഞാൻ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒന്ന് ചേർത്തതാണ്. നല്ല ഒരു രുചിയൊക്കെ ഉണ്ടാവും ഉണക്കമുളകും ഉള്ളിയും ഒക്കെ കൂടി വഴറ്റിയിട്ട് ചേർക്കുമ്പോൾ. അപ്പോൾ ഇത് വേവിച്ച് വെച്ച കപ്പ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വറവൊക്കെ കയ്യിലേക്ക് ഒഴിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കഴിക്കാം. ഇതിലേക്ക് ഞങ്ങൾ ചിക്കൻ കറിയാണ് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത്. ചിക്കൻ കറിയല്ല, ഞങ്ങൾ റോസ്റ്റ് പോലെയാണ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല അങ്ങനെയുള്ള റോസ്റ്റാക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.